ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അലക്സ്, നിനക്കിത് സ്റ്റോപ്പ് ചെയ്തൂടെ? ഏത്? ഈ സ്മോക്കിംഗ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചിരി. എപ്പോഴും പറയാറുള്ള മറുപടി തന്നെയാ എനിക്കിന്നും പറയാനുള്ളത്. അലക്സിന് എന്ത് പറഞ്ഞാലും തമാശയാ. മരീന, എന്തോ? എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് നിനക്കറിയാലോ മരീന. എന്റെ സിനിമ. എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ ഞാനെന്ന സംവിധായകൻ ജനിക്കുന്ന ദിവസം, അതായത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ദിവസം, അന്ന് ഞാനത് ഉപേക്ഷിക്കും. പ്രോമിസ്. മരീന, നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷോർട്ട് ഫിലിം പോലെയല്ല ഒരു സിനിമ. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. സിനിമ ചെയ്യാൻ ഒരുങ്ങുമ്പോഴുള്ള മാനസിക സംഘർഷങ്ങൾ അതെനിക്ക് നന്നായിട്ടുണ്ട്. അലക്സ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പുക വലിച്ചു കയറ്റുന്നതുകൊണ്ട് ഈ ടെൻഷൻസ് ഒന്നും കുറയാൻ പോകുന്നില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഓ, അതുപോട്ടെ, എന്തായി നിന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം? വല്ലതും നടക്കുവോ? അതിന് നല്ലൊരു കഥ കിട്ടണ്ടേ? എന്റെ മെറീന, കഥയില്ലാത്ത ഈ കാലത്താണോ നീ കഥ അന്വേഷിച്ച് നടക്കുന്നത്? അലക്സ്, ഇനി സ്മോക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോ ഈ ചോക്ലേറ്റ് കഴിച്ചാ മതി. നാളെ സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് സബ്ജക്ട് പ്രസന്റ് ചെയ്യാനുള്ളതാ. അതാ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. അത് നാളെയല്ലേ? അതിനെപ്പോഴേ ടെൻഷൻ ആവണോ? ഈ പുക വലിച്ചു വിടുന്നതിന് പകരം സബ്ജക്ട് എങ്ങനെ ബെറ്റർ ആക്കാന്ന് ആലോചിക്കും ആശയം. ആ, ഇനി എനിക്ക് എന്താണ് ആ ഒരു സബ്ജക്ട് കിട്ടുന്നത്? അതെ, നീ ഇതൊരെണ്ണം കത്തിച്ചാഞ്ഞങ്ങ് വലിക്കും. അപ്പൊ ഒരു സബ്ജക്ട് അയ്യടാ, പൊയ്ക്കോടുന്നു. അലക്സിന്റെ ഒരു കാര്യം. എന്താ പേര് പറഞ്ഞേ? അലക്സ്. അലക്സ്, ഓക്കെ. സി അലക്സ്, നമ്മളിപ്പോൾ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തരത്തെ അല്ലേ, അങ്ങനെയല്ലേ? അതാണ് വേണ്ടത്. അല്ലാതെ 10-32 വയസ്സുള്ള നായകനെ ഞാൻ അവതരിപ്പിക്കാമെന്ന് പറയുമ്പോൾ എന്താ പറയുക? ഐ തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒന്നാണ്. അതിങ്ങനെ നിമിത്തമാണ്. എല്ലാത്തിലും നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ ഓക്കെ മോനെ, കാണാം. സീ യു, ബെസ്റ്റ് ഓഫ് ലക്ക്.
ചേട്ടാ, തീപ്പെട്ടിയുണ്ടോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത്രയ്ക്കൊന്നുമില്ല, 8 രൂപയുള്ളൂ. ആ, നാളത്തെ ബമ്പർ. വേണ്ട. സാറേ സാറേ, നാളത്തെ കാരുണ്യം, പിന്നെ നാളത്തെ ബമ്പറും ഉണ്ട്. നല്ല നമ്പറാണ് സാറേ. ഓരോ വ്യക്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഞാനും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ. മിസ്റ്റർ അലക്സ്, സബ്ജക്റ്റ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഡേറ്റിന് വേണ്ടി 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. തന്നെ കൊണ്ട് പറ്റുമോ? പറയൂ അലക്സ്, ഇതിൽ സ്റ്റണ്ട് ഉണ്ടോ? സ്റ്റണ്ട് ഉണ്ട് സർ. എന്തിനാണ് സ്റ്റണ്ട്? അത് സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? അലക്സ്, ഞാൻ നായകനായി വരുമ്പോൾ പ്രേക്ഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ഷൻ ഫിലിം ആയിരിക്കും, കയ്യിലൊരു ഗണ്ണ് കാണും. സോ ഞാനിപ്പോ അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള സബ്ജക്റ്റാണ് നോക്കുന്നത്. ഓക്കെ അലക്സ്, ലെറ്റ്സ് മീറ്റ് അഗൈൻ. മാഷേ, ഇവിടെ നിന്ന് വലിക്കല്ലേ. ഒരു തൂണ് കണ്ട അവിടെ ചാരി. ഓറഞ്ച്. എനിക്ക് ബ്ലൂ. ഓറഞ്ച്. എന്തായി നിന്റെ ഷോർട്ട് ഫിലിം സബ്ജക്റ്റ് കിട്ടിയോ? താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടും എൻ്റെ സിനിമയ്ക്ക് മാത്രം ചിറക് മുളയ്ക്കുന്നില്ല. പക്ഷേ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനിത് നേടും. ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ആ സുദിനത്തിൽ ഞാൻ ഈ സ്മോക്കിംഗ് ഉപേക്ഷിക്കും. മരി എനിക്ക് കൊടുത്ത വാക്ക് പാലിക്കും. പുകച്ച് ബാക്കിയുള്ളവരെ കൂടി വെളി ചാടിക്കുന്നീ. അലക്സ് എവിടെയാ? ഞാനിവിടെ പള്ളിയിലാ. ചേട്ടത്തി അറിഞ്ഞോ, എന്റെ അലക്സിന്റെ സിനിമ റെഡിയായി. ലില്ലി ചേച്ചി, എന്റെ അലക്സിന്റെ സിനിമ റെഡിയായി. ഫാദർ, മരീന, ഒടുവിൽ ജനപ്രിയ നായകന്റെ ഡേറ്റ് കൺഫേമായി. നാളെ അഗ്രിമെന്റ് സൈൻ ചെയ്യണം. അങ്ങനെ അലക്സ് കുരിശെങ്കിലെന്ന് ഞാൻ സംവിധായകനാകുന്നു. നിന്നോടുള്ള എന്റെ വാക്കും പാലിക്കുന്നു. ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ഈ നിമിഷം മുതൽ സ്റ്റോപ്പിംഗ് ഫോർ എവർ.
പറ്റ അലക്സ്. അയ്യോ ജീസസ്. ഒന്നുമില്ല അലക്സ്, ഒന്നുമില്ല അലക്സ്. മറീന, അലക്സ്. അലക്സ്, എനിക്ക് സബ്ജക്റ്റ് കിട്ടി അലക്സ്. നിന്നോടൊപ്പം ഉള്ള എൻ്റെ ഓർമ്മകളാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം തന്നെ നീ എന്നെ വിട്ടുപോയി. എന്നോടുള്ള പ്രണയത്തിനും അപ്പുറമായിരുന്നു സിനിമയോടുള്ള നിന്റെ താല്പര്യം. പക്ഷേ വിഷം പുകച്ചുകൊണ്ടിരുന്ന നീ ഞാൻ പറയുന്നത് അനുസരിച്ചിരുന്നെങ്കിൽ, ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ നമുക്കൊരുമിച്ച് പങ്കിടാമായിരുന്നു. കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ ദൈവം നിനക്ക് സന്തോഷം കൊണ്ടുവന്ന് തന്നു. പക്ഷെ നീ ചെയ്യേണ്ടത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ല അലക്സ്. ഞാനടക്കമുള്ള നിന്നെ സ്നേഹിക്കുന്ന പലരെയും ദുഃഖത്തിലാഴ്ത്തിയാണ് നീ പോയത്. ഇന്ന് മെയ് 31 ലോക പുകവലി വിരുദ്ധ ദിനം. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയ ശേഷം ദുശീലങ്ങൾ ഒഴിവാക്കാമെന്ന് പറയുന്ന നിന്നെ പോലെ ഒരുപാട് പേരുണ്ട്. ഇന്ന് അവർക്കായി ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം സമർപ്പിക്കുകയാണ്. ഇത് കണ്ട് നിനക്ക് പറ്റിയ ആഘാതത്തിന് പിറകിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതൊഴിവാക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കുണ്ടായേക്കാവുന്ന നേരിയ സന്തോഷം അത് മാത്രമായിരിക്കും അലക്സ്. ഫോർ ദ നേഷൻ, ഫോർ ദ ഫാമിലി, ഫോർ യുവർ മെമ്മറി.